രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് കാത്തോലിക്ക സഭയ്ക്ക് എന്ന് RSSന്റെ വാരിക റിപ്പോർട്ട് ചെയ്തതായി വലിയൊരു വിവാദം ഇപ്പോൾ നടക്കുകയാണ്. ഇത് തങ്ങൾ പ്രതീക്ഷിച്ചതാണെന്നും ഇതാണ് ഇനി രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ള തരത്തിലാണ് ചില മതേതര രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് നേതാവും അടക്കം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അപ്പം നിലവിൽ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, അത് നിയമമാക്കാൻ വേണ്ടി രാഷ്ട്രപതിയുടെ മേശപ്പുറത്ത് എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നതാണ് വഖഫ് അമെൻഡ്മെൻറ്റ് ആക്റ്റായിട്ട്. ഏപ്രിൽ 3-ന് 2 ദിവസം മുമ്പാണ് ഈ നിയമം പാസ്സാക്കിയത്. അതേ ദിവസം തന്നെയാണ് RSS അനുകൂല പത്രത്തിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ സ്വത്തുക്കളുള്ളത് കാത്തോലിക്ക സഭയ്ക്കാണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 17.29 കോടി ഏക്കർ ഭൂമി ഇന്ത്യ ഗവൺമെൻറ് കഴിച്ചാൽ പിന്നീട് ഭൂസ്വത്തിൻ്റെ ഉടമസ്ഥർ കാത്തോലിക്ക സഭയാണ്. ക്രിസ്ത്യൻ സഭ മിഷണറി വിഭാഗമാണ്. 7 കോടി ഹെക്ടർ എന്നാണ് അതിന് പറയുന്നത്. 7 കോടി ഹെക്ടർ എന്ന് പറയുന്ന സമയത്ത് 17.29 കോടി ഏക്കർ ഭൂമിയാണ് വരിക. ഇത് ചർച്ചിൻ്റെ കീഴിൽ ഇപ്പോൾ ഉണ്ട്. വഖഫ് സ്വത്തിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഇത്. അതിൽ ഓരോരോ ഭാഗവും പ്രത്യേകമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് 2487 ആശുപത്രികൾ ഈ ഭൂസ്വത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു. 240 നഴ്സിംഗ് മെഡിക്കൽ കോളേജുകൾ. പിന്നീട് പറയുന്നത് 3768 സെക്കൻഡറി സ്കൂൾ, 7319 പ്രൈമറി സ്കൂൾ, 3887 നഴ്സറി സ്കൂൾ, 28 ജനറൽ കോളേജ്, 5 എഞ്ചിനീയർ കോളേജ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പുതിയമായി അവരുടെ കയ്യിൽ നിന്ന് ലീസിന് വാങ്ങിയതോ അതല്ലെങ്കിൽ വെറുതെ കൊടുത്തതോ ആണ് ഈ ഭൂപ്രദേശം എന്ന് പറയുന്നു. ഇന്ത്യൻ ചർച്ച് ആക്ട് പാസ്സാക്കിയ 947 ഒരു പുതിയ നിയമം ബ്രിട്ടൻ പാസ്സാക്കിയതോടനുബന്ധിച്ചാണ് ഇത് കാത്തോലിക്ക സഭയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഘടകമായി മാറിയത്. ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഇതിന് ഒരു എതിരഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. പല ഘട്ടങ്ങളിലും ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്കെതിരായിട്ട് സർക്കാർ തലത്തിലോ അല്ലാത്ത രീതിയിലോ നിയമങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ആരാണോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വിഭാഗത്തോടൊപ്പം മുസ്ലിങ്ങൾക്കെതിരെ ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് ക്രിസ്ത്യൻ മിഷണറികൾ. നല്ലൊരു വിഭാഗം. അത് ബിഷപ്പുമാർ തുടങ്ങി അവിടെ ഇങ്ങോട്ട് പള്ളിയിൽ അച്ഛന്മാരിലേക്ക് അവസാനിക്കുന്ന ആ നീണ്ട ശൃംഖലയുടെ ഭാഗമായിട്ടൊക്കെ പല ഘട്ടങ്ങളിലും രൂക്ഷമായ രീതിയിൽ മുസ്ലിം നിയമത്തെയും അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിത നിലപാടിനെയും വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഇവർ. ഇവിടെ 2-3 രീതികളൊക്കെ BJPയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ ശത്രുവായിട്ട്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ 1-ാം ഭാഗം ശത്രുവാണെങ്കിൽ 2-ാം ഭാഗം വരുന്ന ക്രിസ്ത്യാനികളാണ്, 3-ാം ഭാഗം വരുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ഓരോരോ ഭാഗവും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടേതായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും ഓരോരോ ഘട്ടത്തിലും പ്രസ്താവനയായിട്ട് പുറത്തു വരാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിലൊന്നും യഥാർത്ഥത്തിൽ ഞങ്ങളെ ബാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ക്രിസ്ത്യാനികൾക്ക് പല ഘട്ടത്തിലുണ്ടാവുക. എന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക അവരെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ ഇപ്പോഴും ബോധവാന്മാരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതസംഘടനയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് BJPയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പല കാര്യത്തിലും ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് ക്രിസ്ത്യാനികൾ. അവർക്ക് യഥാർത്ഥത്തിൽ ഈ BJPയുടെ നയങ്ങളും നിലപാടും കൃത്യമായി അറിയില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു ഭാഗം വരുന്നത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി മരണപ്പെട്ടതിൽ ഏറ്റവും കുറവ് മരണപ്പെട്ടത് ക്രിസ്ത്യാനികളായിരിക്കും. അത് ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത 14,000-ഓളം ആളുകളുടെ പേര് ഇന്ത്യ ഗേറ്റിൻ്റെ ചുവരിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതിൽ ക്രിസ്ത്യാനിയുടെ എണ്ണം വിരലിൽ എണ്ണിയാൽ അവസാനിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെയും ഹിന്ദു മതവിശ്വാസികളെയും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത വലിയ മഹാന്മാരുടെ ലിസ്റ്റിലൊന്നും ക്രിസ്ത്യാനിയുടെ പേര് സാധാരണ ഇതിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മർമ്മപ്രധാനമായിരിക്കുന്ന ഭൂപ്രദേശങ്ങളും സാമ്പത്തികപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിടിച്ചു വാങ്ങാനോ കൈവശത്തിൽപ്പെടുത്താനോ സാധിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്കെന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ നഗരപ്രാന്ത പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ വില കൂടിയ ഭൂപ്രദേശം ക്രിസ്ത്യാനികളുടെ കൈവശത്തിലാണ്. അത് അവർ അധ്വാനിച്ചുണ്ടാക്കിയതല്ല,
ബ്രിട്ടീഷുകാരുടെ താവയായിട്ട് അവരങ്ങനെ പിടിച്ചെടുത്ത് കൈവശപ്പെടുത്തി കൊണ്ടുവന്നാണ് 90% ഇത്തരം ഭൂപ്രദേശത്തിനും ആധാരങ്ങൾ അടങ്ങുന്ന ഒരു രേഖയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് അത് വംശീയപരമായിരിക്കുന്ന വിഷയം, വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ ഇടപെടലുകൾ, വലിയ വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ അതൊരു ജാതീയ പ്രശ്നമായിട്ട് അവസാനിക്കേണ്ട എന്ന് കരുതിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെടാത്തതാണ്. അപ്പോൾ ഓരോരോ നഗരങ്ങളിലും, കേരളത്തിൻ്റെ 14 ജില്ലകളിൽ ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളിൽ നഗരത്തിൻ്റെ, അതിപ്പോൾ തിരുവനന്തപുരം ആണെങ്കിലും കൊച്ചി ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും എറണാകുളം ആണെങ്കിലും ഓരോരോ പ്രദേശം എടുത്തുകായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില കൂടിയിരിക്കുന്ന ഭൂപ്രദേശം ക്രിസ്ത്യാനികൾ ഒന്നുകിൽ ചർച്ച്, അല്ലെങ്കിൽ അവർക്ക് മിഷണറി സംവിധാനങ്ങൾ, അതല്ലെങ്കിൽ ആശുപത്രികൾ, സ്കൂളുകൾ പണി കഴിപ്പിച്ചായിരിക്കും. ഇതിൻ്റെ ആധാരങ്ങളും അടിയാധാരവും എടുത്ത് പരിശോധിച്ചാൽ വട്ടപൂജയായിരിക്കും. അത് ബ്രിട്ടീഷുകാരിലേക്ക് എത്തുന്ന ആധാരങ്ങൾ മാത്രമേ അവരുടെ കൈവശത്തിലുണ്ടാവും. അല്ലെങ്കിൽ ഏതൊരു വ്യക്തി നൽകപ്പെട്ടതായിട്ടോ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ടോ ഭൂപ്രദേശം വില കൊടുത്ത് വാങ്ങിയതായിട്ടോ എവിടെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതാണ് ഈ മാഗസിൻ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് 17.29 കോടി ഏക്കർ ഇവരുടെ കൈവശത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് സാധിച്ചാൽ വഖഫ് ബോർഡിനാണ് ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ. പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞാൽ പിന്നീട് റെയിൽവേയും കഴിഞ്ഞാൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ ഭൂസ്വത്തിന്റെ അവകാശികൾ വഖഫ് ബോർഡാണ് എന്നായിരുന്നു പറയപ്പെട്ടത്. ഇന്ന് തിരുത്തലുകളൊക്കെ ഉണ്ടായി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പേരോ ഒന്നും പറയുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ് കൈവശത്തിലുള്ള, അത് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂസ്വത്തിൻ്റെ ഉടമസ്ഥർ ക്രിസ്ത്യാനികളാണ് എന്ന് അവർ യഥാർത്ഥത്തിൽ മാറ്റി പറഞ്ഞിരിക്കുന്നു. എങ്ങനെ വഖഫ് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി വഖഫ് ചെയ്യപ്പെടുന്നത്, നൽകപ്പെടുന്നത് ദൈവപ്രീതിക്ക് വേണ്ടി നൽകപ്പെടുന്ന സ്വത്താണ് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ നിയമവും ആക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വഖഫ് നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രകാരം നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട്. മുമ്പത്തെ പ്രാവശ്യം ഇപ്പോൾ ഒരു 100 ഏക്കറിൻ്റെ മേലോട്ടൊക്കെ ഉള്ള മുമ്പ് കാലത്ത്, അതായത് 60-70 വർഷം മുൻപ് കൈവശം വെച്ച് പോകുന്ന ഭൂപ്രദേശത്തിൻ്റെ ആധാരങ്ങളും അടിയാധാരവും എടുത്ത് പരിശോധിച്ചാൽ ചിലപ്പോൾ ആധാരം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ രജിസ്ട്രേഷൻ ആക്റ്റും നിയമവ്യവസ്ഥയൊക്കെ വന്നതിന് ശേഷമാണ് ഭൂസ്വത്തുക്കൾക്കൊക്കെ ഒരു ഏകീകരണവും ഒരു രൂപീകരണവും ഒക്കെ ഉണ്ടായത്. അതിന് മുൻപ് തന്നെ സ്വത്തുക്കൾ ഈ രാജ്യത്തുണ്ടല്ലോ. ഈ രാജ്യത്ത് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ മുഗള വിഭാഗം ഉണ്ടായിരുന്നു, അവരുടെ മുമ്പിൽ വേറൊരു വംശം ഉണ്ടായിരുന്നു, അതിന് മുൻപ് വേറൊരു വംശം ഉണ്ടായിരുന്നു. ഭൂസ്വത്തുക്കൾ മാറുന്നില്ല, ഭരണാധികാരികളെ മാറുന്നുള്ളൂ. അങ്ങനെ താപയായിട്ട് പിന്തുടർച്ചാവകാശമായിട്ടാണ് കിട്ടി പിന്നീട് അത് രജിസ്ട്രേഷൻ നിയമം വന്ന് ഓരോരുത്തർ ഭൂപ്രദേശം വാങ്ങൽ തുടങ്ങി. അങ്ങനെയൊക്കെ ഈ സ്ഥിതി ഒക്കെ വന്നത് ഏകദേശം 10, 75, 80 വർഷത്തിനിടയിലാണ്. അതിന് മുമ്പേ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് തന്നെ വഖഫ് നിയമങ്ങളുണ്ട്. ആ നിയമവ്യവസ്ഥ പ്രകാരം എന്ത് ചെയ്യും, ദാനം നൽകുന്ന കൈവശമുള്ള ഭൂമി, ആ ഭൂമി ദാനം ചെയ്ത സംബന്ധിച്ച് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുള്ള ഇത്രയും ഭൂസ്വത്തുക്കളുടെ ഉടമകളുടെ കൈവശത്തിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ രജിസ്ട്രേഷൻ ഉള്ളത്? ആധാർ രജിസ്ട്രേഷനൊക്കെ ഇപ്പോൾ അത് ഡിജിറ്റലാക്കി കമ്പ്യൂട്ടർ വൽക്കരിച്ചത് ഈ അടുത്ത കാലത്താണ്. ഏകദേശം ഒരു 10-15 വർഷമായിട്ടാണ്, കൂടി വന്ന 10 വർഷം. അതിനു മുമ്പൊക്കെ പെന്നോണ്ട് എഴുതലാണ് ആധാരം എന്ന് പറയുന്നത്. രജിസ്റ്റർ ഓഫീസിൽ അങ്ങനെ തന്നെയാണ്. ഈ എഴുതുന്ന ആധാരം എന്താണ് എന്ന് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു മാസമൊക്കെ പിടിക്കും. ഓരോ അക്ഷരങ്ങളൊക്കെ ഈ തമിഴും കന്നഡയൊക്കെ എഴുതുന്ന രീതിയിലാണ് മുൻപത്തെ ആധാരമൊക്കെ. ഒരു 10-30 കൊല്ലം മുമ്പ് ആധാരം എടുത്ത് വായിച്ചാൽ, അല്ലെങ്കിൽ 10-75 കൊല്ലമ്പോൾ ആധാരം എടുത്ത് വായിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇത് എഴുതിനോട് ചോദിക്കണോ എന്ന് വിചാരിച്ചാലോ അയാൾ വടിയായിട്ട് കുറേ വർഷമായിട്ടുണ്ടാവും. അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്, എല്ലാ രാജ്യത്തുള്ളത് തന്നെയാണ്. അപ്പോൾ ഭൂസ്വത്തുകൾ ഇപ്പോൾ മുഗളന്മാർ കൈവശപ്പെടുത്തിയതാണ്, അവരാണ് മുസ്ലിങ്ങൾക്ക് നൽകിയതെന്ന് പറയാൻ മുഗളന്മാരുടെ സ്വത്ത് കാലത്തിന് മുൻപുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ അവരുടേതായിരുന്നു അല്ലല്ലോ. അപ്പോൾ ഇത് താപയായിട്ട് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതാണ്, അങ്ങനെ കിട്ടപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ വഖഫിനെയും ഈ കാത്തോലിക്ക സഭയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കാത്തോലിക്ക സഭയ്ക്ക് ഔദാര്യമായിട്ട് കിട്ടിയതാണ്, ബ്രിട്ടീഷുകാർ കൊടുത്തതാണ്. വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അവരുടെ ഇഷ്ടപ്രകാരം മതപരമായിരിക്കുന്ന അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതപരമായിരിക്കുന്ന പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ദൈവ ഇനത്തിൽ സംഭാവന നൽകുന്നതാണ്. രണ്ടും തമ്മിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഇപ്പം പിന്നീടുള്ള ഒരു 10, 15 അല്ലെങ്കിൽ 20 വർഷം അല്ലെങ്കിൽ 30 വർഷത്തിന് ഇങ്ങോട്ടും പറയുന്നുണ്ട് രജിസ്ട്രേഷൻ പ്രകാരമാണ് ഇപ്പോൾ വഖഫിന് ഭൂസ്വത്തുക്കൾ നൽകുന്നത്. മുമ്പൊരു 10-25 വർഷം മുൻപൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഒരു പക്ഷേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഭൂസ്വത്തുക്കൾ എല്ലാ വിഭാഗവും കൈകാര്യം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ 500 ഏക്കർ, 1000 ഏക്കർ, 12,000 ഏക്കർ, 15,000 ഏക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് പല റിയൽ എസ്റ്റേറ്റ് വിഭാഗത്തിൻ്റെ കയ്യിലും ഭൂസ്വത്തുക്കളുണ്ട്. പ്രത്യേകിച്ച് ഈ വയനാട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ
അവരുടെ തേയില ഫാക്ടറികളും തേയിലകളുടെ ഒക്കെ ഏക്കറക്കണക്കിന് ഭൂപ്രദേശം അങ്ങനെ പരന്നു കിടക്കുന്നത് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥൻ്റെതായിരിക്കും അത്. അതിൻ്റെ ആധാരം പരിശോധിച്ചാൽ എവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഏക്കർ കണക്കിന് ഭൂപ്രദേശം സർക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്താ പിടിച്ചെടുക്കാൻ കാരണം? അത് അവരുടേതല്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ അവർ കോടതിയിൽ പോയി, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കയറി, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ സർക്കാരിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ 4000 ഏക്കർ, 5000 ഏക്കർ, 10000 ഏക്കർ ഇങ്ങനെ ഭൂസ്വത്തുക്കൾ അവർ അധ്വാനിച്ചുണ്ടാക്കിയതോ അവർ ഏതെങ്കിലും പണം കൊടുത്ത് വാങ്ങിയതോ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വഖഫ് ബോർഡിനെ യഥാർത്ഥത്തിൽ കാത്തോലിക്ക സഭയുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. കാത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ കൊടുത്തതാണ്. അതല്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യാൻ ലീസിന് വാങ്ങിയിട്ട് അവർ കൈവശപ്പെടുത്തിയതാണ്. വഖഫ് സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഓരോരോ വിശ്വാസി അവരുടെ ഈ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് സംഭാവന നൽകുന്നതാണ്. അവരുടെ കൈവശത്തുള്ളത് നൽകാൻ പറ്റൂ. വേറെ തന്നെ ഭൂസ്വത്ത് ഇവർക്ക് നൽകാനൊന്നും പറ്റില്ല. മതപരമായി കൃത്യമായിരിക്കുന്ന നിയമാവലികൾ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, വഖഫിൻ്റെ നിയമങ്ങൾ വന്ന സമയത്ത് വലിയ രീതിയിൽ കാസാക്കൂസന്മാരൊക്കെ ആഘോഷിച്ചിരുന്നു, ആചരിച്ചിരുന്നു. ഇത് നേടിയിരിക്കുന്നു. മുനമ്പൊക്കെ ക്ലിയർ ആവാൻ പോവാണ്. മുനമ്പ് വഖഫ് ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഭേദഗതി നിയമവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ സമരം ചെയ്യുന്നതിൽ ഇനി ഒരുപാട് കാലം സമരം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ സർക്കാർ അതിന് പകരമായ രീതിയിൽ എന്തൊക്കെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുത്തിട്ട് ഒരു സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ അത് അവസാനിക്കുകയും ചെയ്യും. അത് മറ്റൊരു വശം. അതല്ലാത്ത രീതി വളരെ എളുപ്പത്തിൽ തീരുന്ന കാര്യമല്ല. അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന വഖഫിൻ്റെ നിയമവ്യവസ്ഥ പ്രകാരം മുനമ്പം ഭൂപ്രദേശങ്ങൾ അവരുടെ സമരം ചെയ്യുന്ന ആൾക്കാരെ കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. BJP രാഷ്ട്രീയപരമായിട്ട് അതിൽ നേട്ടം കൊയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സഭകളും കൊയ്യുന്നുണ്ട്. അങ്ങനെ സഭകൾ കൊയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്കിപ്പോൾ വലിയ രീതിയിൽ അടി കിട്ടിയിരിക്കുന്നത്. ആ അടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് കാത്തോലിക്ക സഭക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുക്കളുള്ളത്. ആ ഭൂസ്വത്തുക്കൾ സർക്കാർ പിടിച്ചെടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് ആണെങ്കിൽ ഇനിയിപ്പോൾ ഈ ക്രിസ്ത്യാനികൾ കഴിഞ്ഞാലും അവസാനിക്കുന്നതിന് അത് കമ്മ്യൂണിസത്തിലേക്ക് എത്തും. കമ്മ്യൂണിസ്റ്റുകാരുടെ കൈവശത്തിൽ ഭൂസ്വത്തുക്കൾ എത്ര ഉണ്ട് എന്ന് പരിശോധിക്കുന്ന സ്ഥിതിയിലേക്ക് വരും. ഇതൊക്കെ മുമ്പ് പറഞ്ഞു വെച്ച കാര്യമാണ്. ഏതായാലും കാസാക്കൂസന്മാർ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.